ശരത് ചന്ദ്ര ഗോവിന്ദറാവു പവാർ. ഈ 83-ാം വയസ്സിലും ദി മറാഠ സ്ട്രോങ് മാൻ പവർഫുൾ ആണ്. പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടപ്പെട്ടാലും തന്നെ തകർക്കാനാവില്ലെന്ന് ശരത് പവാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെളിയിച്ചു. അതായിരുന്നു NCP പിളർത്തിയവർക്കും ചിഹ്നം കവർന്നെടുത്തവർക്കും പവാർ കരുതി വെച്ച മറുപടി. മഹാരാഷ്ട്രയിൽ മത്സരിച്ച 10 സീറ്റുകളിൽ 8ലും വിജയിച്ച ശരത് പവാറിന്റെ വൻ തിരിച്ചുവരവ്. അനന്തരവൻ അജിത് പവാർ പാർട്ടിയുടെ പേരും ചിഹ്നവും കൊണ്ടുപോയിട്ടും അണികളും ജനങ്ങളും തനിക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ സീനിയർ പവാറിനായി. കോൺഗ്രസിന് 13ഉം ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയ്ക്ക് 9 സീറ്റും. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി എന്ന ഇന്ത്യ സഖ്യം വൻ നേട്ടമാണ് കൊയ്തത്. BJPയുടെ പ്രചാരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ശരത് പവാറിനെതിരെ കടുത്ത ആക്രമണം നടത്തിയെങ്കിലും അതൊന്നും വോട്ടർമാരെ സ്വാധീനിച്ചില്ല. മറാഠ മണ്ണിലെ അതികായന്റെ അടിവേരിളക്കാൻ BJPക്കായില്ല. രാഷ്ട്രീയത്തിൽ പലപ്പോഴും കിങ് മേക്കറുടെ റോളാണ് ശരത് പവാറിന്. മഹാവികാസ് അഗാഡിക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമായ പവാർ തന്നെയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിൽ ഉദ്ധവ് താക്കറെയെ അവരോധിച്ചതും. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിലും ശരത് പവാറിന്റെ റോൾ ചെറുതല്ല. പക്ഷെ സ്വന്തം അനന്തരവൻ തന്നെ പാർട്ടി പിളർത്തി ഔദ്യോഗിക ലേബലിൽ BJPക്കൊപ്പം ചേർന്ന് മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കി. ഈ പ്രായത്തിൽ ഇനി സീനിയർ പവാറിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് വിലയിരുത്തപ്പെട്ടു. പക്ഷെ കാഴ്ചക്കാരനായി നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്രിയെ പരാജയപ്പെടുത്തി മകൾ സുപ്രിയ സുലെയെ വിജയിപ്പിച്ചതടക്കമുള്ള വൻ നേട്ടങ്ങൾ. പ്രായത്തെ വെല്ലുന്ന ശരത് പവാറിന്റെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ മഹാരാഷ്ട്രയിലെ NDA സഖ്യം പകച്ചുപോയി. ചാരത്തിൽ നിന്ന് പറന്നുയരുമെന്ന് ശരത് പവാർ അന്നേ പ്രഖ്യാപിച്ചിരുന്നതാണ്. അയാൾക്ക് പിഴച്ചില്ല. ഇക്കൊല്ലം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാവിജയം മഹാവികാസ് അഗാഡി സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒപ്പം ഇന്ത്യ സഖ്യത്തിന് അത് പകർന്ന കരുത്തും.